നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. GDP-യിൽ ഇടിവുണ്ടായാൽ RBI നിരക്കുകൾ കുറയ്ക്കാൻ സാധ്യത. ഫെഡ് നിരക്ക് കുറച്ചതും അനുകൂല ഘടകമെന്ന് വിലയിരുത്തൽ. ട്രംപിന്റെ താരിഫ് പ്രഹരം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പിന്നോട്ടടിക്കും. ബാങ്കുകളുടെ ക്രെഡിറ്റ് വളർച്ചയിൽ ഇടിവുണ്ടാകുമെന്നും ഫിച്ച് ക്രെഡിറ്റ് സൈറ്റ്സ്. ജൂലൈയിലെ ഇന്ത്യയുടെ വ്യാപാര കമ്മി $27.35 ബില്യൺ വർദ്ധിച്ചു. ജൂണിൽ ഇത് $18.78 ബില്യൺ ആയിരുന്നു. റഷ്യയ്ക്ക് അന്ത്യശാസനവുമായി ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. ഓഹരി വിപണി ഇന്ന് ഫ്ലാറ്റായി അവസാനിച്ചു. BSE സെൻസെക്സ് 57.75 പോയിന്റ് അഥവാ 0.07% ഉയർന്ന് 80,597.66 ക്ലോസ് ചെയ്തു. NSE നിഫ്റ്റി 11.95 പോയിന്റ് അഥവാ 0.05% ഉയർന്ന് 24,631.30 സെൻസെക്സ് കമ്പനികളിൽ എറ്റേണൽ ഇൻഫോസിസ്, ഏഷ്യൻ പെയിൻറ്റ്സ്, HDFC ബാങ്ക്, ബജാജ് ഫിൻസർവ്, ടൈറ്റൻ എന്നിവ നേട്ടമുണ്ടാക്കി. ടാറ്റ സ്റ്റീൽ, ടെക് മഹീന്ദ്ര, അദാനി പോർട്സ്, ഭാരത് ഇലക്ട്രോണിക്സ് എന്നിവ പിന്നിലായിരുന്നു. BCA സ്മോൾ ക്യാപ് സൂചിക 0.59% ഇടിഞ്ഞു. മിഡ് ക്യാപ് സൂചിക 0.18% ഇടിഞ്ഞു. BCA മേഖലാ സൂചികകളിൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് 0.82% ഉയർന്നു. മെറ്റൽ 1.40% ഇടിഞ്ഞു. GDP-യിൽ ഇടിവുണ്ടായാൽ RBI നിരക്കുകൾ കുറയ്ക്കാൻ സാധ്യത. ഫെഡ് നിരക്ക് കുറച്ചതും അനുകൂല ഘടകമെന്ന് വിലയിരുത്തൽ. GDP ഡാറ്റ പ്രതീക്ഷിച്ചതിലും കുറവാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി പോളിസി നിരക്കുകൾ കുറച്ചേക്കാം. US ഫെഡറൽ റിസർവ് നിരക്ക് കുറച്ചതും ഇതിന് കാരണമാകും. കോർപ്പറേറ്റ് ബോണ്ടുകൾ നിലവിൽ അനുകൂലമായ ഘടകമാണ്. സെൻട്രൽ ബാങ്ക് ലിക്വിഡിറ്റി നിലനിർത്താനാണ് സാധ്യതയെന്ന് വിലയിരുത്തപ്പെടുന്നു. HSBC മ്യൂച്വൽ ഫണ്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വരാനിരിക്കുന്ന GDP ഡാറ്റ പ്രതീക്ഷയേക്കാൾ കുറവാണെങ്കിൽ റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി നയനിരക്കുകൾ കുറയ്ക്കുന്നത് പരിഗണിക്കും. MPC അതിന്റെ ഏറ്റവും പുതിയ നയയോഗത്തിൽ GDP വളർച്ചാ പ്രവചനം 6.5% നിലനിർത്തി. ആദ്യപാദത്തിൽ 6.5%, രണ്ടാം പാദത്തിൽ 6.7%, മൂന്നാം പാദത്തിൽ 6.6%, നാലാം പാദത്തിൽ 6.3% ത്രൈമാസ GDP വളർച്ച പ്രതീക്ഷിക്കുന്നു. റിപ്പോ നിരക്ക് 5.5% മാറ്റമില്ലാതെ നിലനിർത്താനും നിഷ്പക്ഷ നിലപാട് നിലനിർത്താനും കേന്ദ്ര ബാങ്ക് തീരുമാനിച്ചിരുന്നു. ആഗോള അനിശ്ചിതത്വങ്ങളും താരിഫുകളും വളർച്ചയ്ക്ക് അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നുവെന്ന് റിസർവ് ബാങ്ക് തിരിച്ചറിഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രംപിന്റെ താരിഫ് പ്രഹരം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പിന്നോട്ടടിക്കും. ബാങ്കുകളുടെ ക്രെഡിറ്റ് വളർച്ചയിൽ ഇടിവുണ്ടാകുമെന്നും റിപ്പോർട്ട്. റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരുന്നതിന് പ്രതികാരമായി ഇന്ത്യയിൽ കയറ്റുമതി ഇരട്ടി താരിഫ് ഏർപ്പെടുത്താനുള്ള US തീരുമാനം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കനത്ത ആഘാതമേൽപ്പിക്കുമെന്ന് പഠനം. GDP വളർച്ച മന്ദഗതിയിലാകുമെന്നും തുണിത്തരങ്ങൾ, ഓട്ടോ ഘടകങ്ങൾ തുടങ്ങിയ മേഖലകൾ തിരിച്ചടി നേരിടുമെന്നും ഫിച്ച് ക്രെഡിറ്റ് സൈറ്റ്സ് പറയുന്നു. വർദ്ധിച്ചുവരുന്ന ക്രെഡിറ്റ് ചെലവുകളും ദുർബലമായ വായ്പാ ആവശ്യകതയും മൂലം ബാങ്കുകൾക്കും പരോക്ഷമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം. ഇന്ത്യൻ കയറ്റുമതിയിൽ താരിഫ് ഇരട്ടിയാക്കുമെന്ന് US പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇന്ത്യയുടെ വളർച്ച മുരടിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിരവധി പ്രധാന വ്യവസായങ്ങളെ ഗുരുതരമായ സമ്മർദ്ദത്തിലേക്ക് നയിക്കുമെന്നും ഫിച്ചിന്റെ ക്രെഡിറ്റ് സൈറ്റ്സ് പറയുന്നു. ബാങ്കുകളുടെ ക്രെഡിറ്റ് വളർച്ചയിൽ ഇത് ഇടിവുണ്ടാക്കും. ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിൽ തുടർച്ചയായി ഇറക്കുമതി ചെയ്യുന്നതിന് പ്രതികാരമായി ട്രംപ് ഭരണകൂടം കഴിഞ്ഞ ബുധനാഴ്ചയാണ് US-ലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയിൽ 25% അധിക താരിഫ് ഏർപ്പെടുത്തിയത്. ഓഗസ്റ്റ് 27 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പുതിയ നടപടി നിലവിലുള്ള 25% ലെവി ഉൾപ്പെടെ മൊത്തത്തിലുള്ള താരിഫ് നിരക്ക് 50% ഉയർത്തും. ഇത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന നിരക്കിന് ഇന്ത്യയെ വിധേയമാക്കുമെന്ന് ക്രെഡിറ്റ് സൈറ്റ്സ് പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
ജൂലൈയിൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി $27.35 ബില്യൺ വർദ്ധിച്ചു. ജൂണിൽ ഇത് $18.78 ബില്യൺ ആയിരുന്നു. വ്യാപാര ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദിഷ്ട താരിഫുകൾ ഈ മാസം അവസാനം പ്രാബല്യത്തിൽ വരും. കയറ്റുമതി $37.24 ബില്യൺ കുറയുകയും ഇറക്കുമതി $64.59 ബില്യൺ ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിച്ചത്. ഇതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർ പുതിയ വെല്ലുവിളികൾ നേരിടുകയാണ്. ഇന്ത്യയുടെ വ്യാപാര കമ്മി ജൂണിൽ $18.78 ബില്യൺ നിന്നും ജൂലൈയിൽ $27.35 ബില്യൺ കുത്തനെ വർദ്ധിച്ചതായി വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ജൂണിൽ കയറ്റുമതി $35.14 ബില്യൺ നിന്നും $37.24 ബില്യൺ ഉയർന്നു. ഇറക്കുമതി മുൻ മാസത്തെ $53.92 ബില്യൺ നിന്നും $64.59 ബില്യൺ ഉയർന്നു. വാർഷികാടിസ്ഥാനത്തിൽ ജൂലൈയിലെ ഇൻബൗണ്ട് ഷിപ്മെന്റുകൾ 2024 ജൂലൈയേക്കാൾ 8.6% കൂടുതലായിരുന്നു. ഇത് $64.59 ബില്യൺ ഡോളറിലെത്തി. അതേ കാലയളവിൽ ഔട്ട്ബൗണ്ട് ഷിപ്മെന്റുകൾ 7.3% വർദ്ധിച്ച് $37.24 ബില്യൺ ഡോളറിലെത്തി. റോയിട്ടേഴ്സ് നടത്തിയ പോൾ പ്രകാരം ജൂലൈയിലെ കമ്മി $20.35 ബില്യൺ ഡോളറിലെത്തുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിച്ചിരുന്നു. ജൂണിൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി മെയ് മാസത്തിലെ $21.88 ബില്യൺ നിന്നും $18.78 ബില്യൺ കുറഞ്ഞു. 2024 ജൂണിൽ $35.16 ബില്യൺ നിന്നും കയറ്റുമതി പൊതുവെ $35.14 ബില്യൺ കുറഞ്ഞു. അതേസമയം ഇറക്കുമതി വർഷം തോറും 3.7% കുറഞ്ഞ് $53.92 ബില്യൺ ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മൊത്തവില പണപ്പെരുപ്പം 2 വർഷത്തെ താഴ്ന്ന നിലയിൽ. രണ്ടാം മാസവും മൊത്തവില സൂചിക നെഗറ്റീവായി തുടരുന്നു. ജൂലൈയിൽ മൊത്തവില സൂചികയിലെ പണപ്പെരുപ്പം 2 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയായ 0.58% കുറഞ്ഞുവെന്ന് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഭക്ഷ്യ ഇന്ധനവിലയിലുണ്ടായ ഇടിവിന്റെ പശ്ചാത്തലത്തിൽ തുടർച്ചയായ രണ്ടാം മാസവും മൊത്തവില സൂചിക നെഗറ്റീവായി തുടരുകയാണ്. എന്നാൽ ഓഗസ്റ്റിൽ പണപ്പെരുപ്പം വീണ്ടും പോസിറ്റീവ് മേഖലയിലേക്ക് നീങ്ങുന്നുവെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നു. 2023 ജൂലൈയിലാണ് അവസാനമായി WPI ഇത്രയും താഴ്ന്ന നിലയിലെത്തിയത്. അന്ന് 1.23% പണപ്പെരുപ്പം രേഖപ്പെടുത്തിയിരുന്നു. ജൂലൈയിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില 6.29% ഇടിഞ്ഞു. തുടർച്ചയായ 3-ാം മാസമാണ് ഇത് ഇടിവിൽ തുടരുന്നത്. ഉള്ളി 44.4%, ഉരുളക്കിഴങ്ങ് 41.3%, പച്ചക്കറികൾ 28.9%, പയർവർഗ്ഗങ്ങൾ 15.12%, പഴങ്ങൾ 2.65%, മുട്ട, മാംസം, മത്സ്യം തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ വില 1.05% എന്നിങ്ങനെ കുറഞ്ഞു. അതേസമയം ഗോതമ്പിന്റെ വില ജൂലൈയിൽ 4.4% വർദ്ധിച്ചു. എണ്ണക്കുരുവിന്റെ വില ജൂലൈയിൽ 9.77% ഗണ്യമായി ഉയരുകയും ചെയ്തു. ജൂലൈയിൽ ഇന്ധനത്തിന്റെയും വൈദ്യുതിയുടെയും വില 2.43% കുറഞ്ഞതായും ഡാറ്റ വ്യക്തമാക്കുന്നു. അതേസമയം സൂചികയിൽ 64% വെയിറ്റേജ് വഹിക്കുന്ന നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ വില ജൂലൈയിൽ 2.05% വർദ്ധിച്ചു. വസ്ത്രങ്ങളുടെ വിലയിൽ 2.5%, തുകൽ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ 2.57%, ലോഹേതര ധാതു ഉൽപ്പന്നങ്ങളുടെ വിലയിൽ 2.7%, സിമന്റ് ആൻഡ് പ്ലാസ്റ്ററിന്റെ വിലയിൽ 3.4% വർധനവുണ്ടായതാണ് ഇതിന് കാരണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി കേരള വാർത്തകൾ നോക്കാം. ഓണം ഷോപ്പിങ്ങിന് മുന്നോടിയായി ലുലു സൗഭാഗ്യോത്സവത്തിന് തുടക്കമായി. കേരളത്തിലുടനീളമുള്ള എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റിലും ലുലു ഡെയിലികളിലും ഓഫർ സെയിൽ തുടങ്ങി. 18 കിയ സോണറ്റ് കാറുകളും സ്വർണ്ണ നാണയങ്ങളുമാണ് സമ്മാനം. സ്വാതന്ത്ര്യദിനം, ഓണം തുടങ്ങിയ ആഘോഷങ്ങൾ പ്രമാണിച്ച് വിപുലമായ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ 7 വരെയാണ് സൗഭാഗ്യോത്സവം. TV, മൊബൈൽ ഫോണുകൾ, മറ്റ് നിരവധി സമ്മാനങ്ങളും ഇതിനോടൊപ്പം നൽകും. ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട്, ലുലു ഫാഷൻ തുടങ്ങി ലുലു സ്റ്റോറുകളിലും ലുലു ഡെയിലികളിലും ഓഫറുകൾ ലഭിക്കും. ലുലു സൗഭാഗ്യോത്സവം 2025 ഞങ്ങൾ ഓഗസ്റ്റ് 8 സ്റ്റാർട്ടായി. അതോടനുബന്ധിച്ച് ഞങ്ങളുടെ ലുലുവിൻ്റെ എല്ലാ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും തുടക്കമായി. ഈ വർഷത്തെ സൗഭാഗ്യോത്സവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബമ്പർ പ്രൈസായിട്ട് 18 കിയ സോണറ്റ് കാറുകളും, അതോടനുബന്ധിച്ച് എവറി അവറിൽ കസ്റ്റമേഴ്സിന് നമ്മൾ ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചേഴ്സ്, TV, മൊബൈൽസ്, അങ്ങനെ പലതരം ഗിഫ്റ്റുകളും നമ്മൾ എവറി അവറിലും കസ്റ്റമേഴ്സിന് ഡ്യൂറിങ് ഈ പീരീഡിൽ കൊടുക്കുന്നുണ്ട്. സെപ്റ്റംബർ 7 വരെയാണ് ഈ പ്രൊമോഷൻ്റെ ഡ്യൂറേഷൻ. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, പഴം, പച്ചക്കറി അടക്കം വൻ വിലക്കുറവിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ലഭിക്കും. എല്ലാ വീക്കിലും വരുന്നതാണ് ഇവിടെ. പറ്റിയ ഗുഡ് എക്സ്പീരിയൻസ്. എല്ലാം നമുക്ക് വേണ്ടതൊക്കെ ഇവിടെ കിട്ടാറുണ്ട്. ഒന്നും കിട്ടാതെ
ഒന്നും പർട്ടിക്കുലറായിട്ട് ഇവിടെ മാത്രം കിട്ടുന്ന സാധനങ്ങൾ വരെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിവിധ ബ്രാൻഡുകളുടെ വസ്ത്രശേഖരവുമായി ലുലു ഫാഷൻ സ്റ്റോർ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും മൊബൈൽ, ലാപ്ടോപ്പ് എന്നിവയ്ക്കും വിലക്കുറവോടെ ലുലു കണക്റ്റും കല്യാണപ്പുടവയും ഓണക്കോടിയും അടക്കം വാങ്ങാൻ ലുലു സെലിബ്രേറ്റും ഓണം സൗഭാഗ്യോത്സവത്തിന്റെ ഭാഗമാകും. ഫാഷനിലോട്ട് പോവുകയാണ്. ഫാഷനിലാണെങ്കിൽ എല്ലാ വെറൈറ്റീസ് ഓഫ് ന്യൂ അറൈവൽസ്, ന്യൂ ഫാഷൻ, ന്യൂ കളക്ഷൻസ്, ഓണവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ട്രഡീഷണൽ കളക്ഷൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അവിടെയും ആ ഫ്ലോറിലും നമുക്ക് അപ് ടു 50% അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് അവിടെയുണ്ട്. ടെക്നിക്കലി നമ്മൾ ലുലു കണക്റ്റിലോട്ട് പോവുകയാണെങ്കിൽ ലുലു കണക്റ്റിൽ നമുക്ക് എല്ലാ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സിലും, അതായത് LEDs, റെഫ്രിജറേറ്റേഴ്സ്, വാഷിംഗ് മെഷീൻ എല്ലാത്തിലും നമുക്ക് നല്ല ഓഫേഴ്സ്, ഇൻക്ലൂഡിങ് ബാങ്ക് ഓഫേഴ്സ്, ബ്രാൻഡിൻ്റെ ഓഫേഴ്സ്, നമുക്ക് അപ് ടു 50% ഓഫേഴ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. കേരളത്തിലുടനീളമുള്ള എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ലുലു ഡെയിലികളിലും ഓഫർ സെയിൽ ആരംഭിച്ചു. അപ്പോൾ ഓഫറുകളെ കുറിച്ച് അറിഞ്ഞവരൊക്കെ നേരെ നമ്മുടെ ലുലുവിലേക്ക് പോരെ. ഈ ഓണവും നമുക്ക് കളറാക്കാം. ക്യാമറമാൻ അജാസ് അഹമ്മദിനോടൊപ്പം വീണ സനു, മൈഫിൻ TV, കൊച്ചി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 9295 രൂപയിലും പവന് 74,360 രൂപയിലും വ്യാപാരം തുടരുന്നു. ഇന്നത്തെ വെള്ളിവില ഗ്രാമിന് 126 രൂപയാണ്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.